ജനപ്രതിനിധികളെ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആദ്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനെ സ്ഥിരം വൈകുന്ന ഒരാളല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 8 മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടാണ്. ശരിക്കും 10:15 വരാമെന്ന് ഞാൻ MP-യോട് പ്രത്യേകം പറയുകയും ചെയ്തതാണ്. കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റോഡിൽ 1 മണിക്കൂറിലധികം കിടക്കേണ്ടി വന്നുകൊണ്ടാണ്. ഞാനിങ്ങനെ സ്ഥിരമായിട്ട് വൈകുന്ന ഒരാളാണ്. ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് MP-ക്കും MLA-ക്കും ഒക്കെ നല്ല തിരക്കുള്ള ദിവസമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ അസൗകര്യത്തിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അസൂയ തോന്നി. എന്താ പറഞ്ഞു, എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒറ്റ പഞ്ചായത്ത് ഓഫീസ് ഇതുപോലെ ഇല്ല. ഞാൻ ചോദിക്കാൻ പോയവരോടൊക്കെ നമുക്ക് എന്താ ചേഞ്ച് വേണ്ടത്? ഇത് വലിയ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് കയറി പോകുന്ന പോലെയാണ്. എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുറി കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതേപോലെ തന്നെ മികച്ച നീക്കിയാണ് വൈസ് പ്രസിഡന്റിന്റെ മുറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ, പഞ്ചായത്ത് സെക്രട്ടറിയുടെ, മൊത്തത്തിലൊരു പിന്നെ ജീവനക്കാരിരിക്കുന്ന സ്ഥലം. ശരിക്കും കോർപ്പറേറ്റ് ഓഫീസ്. വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ മുംബൈയിലും ഡൽഹിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന വലിയ കോർപ്പറേറ്റ് ഓഫീസ് പോലത്തെ ഇത് സത്യത്തിൽ ഞാൻ പഞ്ചായത്ത് മന്ത്രിയോടുകൂടി പറയുന്നത് ഇത് ചെയ്തതിൻ്റെ ഒരു മോഡൽ എടുത്തിട്ട് എല്ലാ പഞ്ചായത്തിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് ഓഫീസും ഇതുപോലെ ആകട്ടെ. അതിനുള്ളൊരു നല്ല മോഡലാണ് ശശിധരൻ മാഷിന്റെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിൽ ചെയ്തിരിക്കുന്നത്. പറയാനിരിക്കണം, പറയാനിരിക്കണം. ശരിക്കും എനിക്ക് തോന്നി അവിടെ ഇരുന്നപ്പോൾ ഞാൻ